എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നല്ലോ അല്ലേ? പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ ആരാണ്, എന്ത് ഇൻഫ്ലുവൻസാണ് നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിലുള്ളത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോണ്ടാക്ട് ചെയ്തോളൂ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ഞാൻ ഈ ആഴ്ച മൂന്ന് ദിവസം അല്ല, അടുത്ത ഞായറാഴ്ച വരെ, നാളെ കഴിഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞാൻ നാട്ടിലില്ല. ഞാൻ അബ്രോഡ് പോവാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. പേഴ്സണൽ റീഡിങ്ങിന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. വീഡിയോസ് പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അവിടുത്തെ സ്ഥിതി അനുസരിച്ച് നോക്കട്ടെ അവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സമയം കിട്ടുമില്ല എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് എന്നെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രം, എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം പൈസ അയയ്ക്കുക. അല്ലാതെ ആദ്യമേ കയറി പൈസ അയച്ചിട്ട് റീഡിംഗ് എന്ന് പറയരുത്. കാരണം അതും ഞാൻ സൗകര്യം നോക്കിയിട്ട് ചെയ്യും. ഓക്കെ, പരമാവധി ചെയ്യാൻ ശ്രമിക്കും. പേഴ്സണൽ റീഡിങ്ങിന് സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസിന് എനിക്കറിയില്ല, പരമാവധി ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ബുധനാഴ്ച മുതൽ, മറ്റന്നാൾ മുതൽ 5-ാം തീയതി മുതൽ ഞായറാഴ്ച വരെ. ഓക്കെ, ഞായറാഴ്ച ഞാൻ തിരിച്ചെത്തുകയുള്ളൂ. അപ്പോൾ അന്നും കൂടി ഉണ്ടാവില്ല മിക്കവാറും കേട്ടോ. അപ്പോൾ നോക്കട്ടെ, പരമാവധി ഇടാൻ ശ്രമിക്കാം. കഴിഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഞാൻ സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് പോകുന്നത് കൊണ്ടുള്ള ബ്രേക്കാണ് കേട്ടോ. കാരണം മെസ്സേജസ് ഒരുപാട് വരും. ഞാൻ അപ്ഡേറ്റിലും ഇട്ടേക്കാം, പോസ്റ്റിലും ഇട്ടേക്കാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ എൻ്റെ വ്യൂവേഴ്സിനുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, അവരാരാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ എൻ്റെ വ്യൂവേഴ്സിനുള്ള ആരായിട്ടാണ് അവർ കണക്കാക്കുന്നത്, അവർക്കുള്ള ഇൻഫ്ലുവൻസ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അടുത്ത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണോടുള്ള എൻ്റെ വ്യൂവേഴ്സിനുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, അവരാരാണ്, അവരുടെ പേഴ്സൺ, അവരെന്തായിട്ടാണ് അവരെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു തരൂ. കാർഡ്സ് തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ അജിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു. എടുക്കട്ടെ. 9 of Cups, 9 of Pentacles, excellent. Queen of Cups, Hierophant, very good. Sun, 2 of Pentacles, Moon, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ, അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. 4 of Wands, ഒന്നും ചെയ്യാൻ പറ്റില്ല. Hermit, Knight of Pentacles, 3 of Wands, 10 of Pentacles. Clarify 2 of Pentacles, clarify 2 of Pentacles. നിങ്ങൾ അവർ ജഗിൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്ന് നോക്കട്ടെ. Clarify 2 of Pentacles, clarify 2 of Pentacles. Judgment, clarify the moon, clarify the moon, the moon, clarify the moon, clarify the moon. Lovers, okay, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. Clarify the Hermit, clarify the Hermit, clarify the Hermit, clarify the Hermit. രണ്ട് കാർഡ് വേണം. പേജ് ഓഫ് വാൻസ് ആൻഡ് രണ്ടും കൂടെ ഞാൻ എടുക്കുകയാണ്. ഹൈ പ്രീസ്റ്റസ്. clarify Knight of Pentacles, clarify Knight of Pentacles, clarify Knight of Pentacles. Fool, very good. Clarify 3 of Wands, clarify 3 of Wands,
clarify. 3 of Wands, clarify. 3 of Wands. Ace of Pentacles. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ആരാണ് അവരുടെ ലൈഫിൽ? അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർ ലൈഫിൽ പൊതുവെ ഹാപ്പിയാണ്. ഓക്കെ, സമ്പാദ്യമുണ്ട്, ഒരു പക്ഷേ നല്ല കുടുംബം ഉണ്ടായിരിക്കും. അവിടെ പറയത്തക്ക അങ്ങനെ മിസ്സിങ് ആയിട്ട് യാതൊന്നുമില്ല, നിങ്ങളൊഴികെ. നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആണ് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറവ് അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ ആ സ്പെഷ്യൽ പേഴ്സൺ ആണ് അവർക്ക് കേട്ടോ. അതേപോലെ അവർക്ക് സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അവരുടെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ വെൽ വിഷർ. ഓക്കെ, അവർക്ക് നല്ലത് മാത്രം വരണം എന്ന് വിചാരിക്കുന്ന വ്യക്തി. അവർ എന്താ പറയുക, സ്വയം പര്യാപ്തരാവണം, അതേപോലെ സ്വന്തം കാലിൽ നിൽക്കണം, സെൽഫ് റെസ്പെക്റ്റ് അത് കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവർ അവരെ ഇൻസൾട്ട് ചെയ്താൽ അത് കേട്ടോണ്ട് നിൽക്കരുത്, പ്രതികരിക്കണം എന്നൊക്കെ നിങ്ങളാണ് അവരെ പഠിപ്പിച്ചത്. ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കേണ്ടെന്ന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവരെ നന്നായി എന്താ പറയുക, സ്വയം പ്രസൻറ്റ് ചെയ്യാനും, നന്നായി ഒരുങ്ങാനും, പ്രസൻറ്റബിളായിരിക്കാനും, നന്നായി സംസാരിക്കണം, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സ്വയം ഗ്രൂം ചെയ്യേണ്ടത്, അങ്ങനെയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്ത ആ ഒരു വെൽ വിഷറാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, ഒരു പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇമോഷണലി അവർ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ മേലെയാണ് അവരുടെ മുഴുവൻ ഇമോഷൻസും കൊണ്ടുവച്ചിരിക്കുന്നത്. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. നിങ്ങളൊന്ന് പിണങ്ങിയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയ്ക്ക് ഇമോഷണൽ കണക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ. ഓക്കെ, നിങ്ങൾ പിണങ്ങി അല്ലെങ്കിൽ 2 ദിവസം മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ വയലൻ്റ് ആവും. ആ ഒരു അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ ഇവർ ഇഗ്നോർ ചെയ്ത് മറ്റൊരാളെ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നിങ്ങളെ അവർ എന്താ പറയുക, കുറച്ച് പൊസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് തന്നെ കൂട്ടിക്കോളും കേട്ടോ. അതേപോലെ അടുത്തത് ഹെറോഫൻ്റ് വെച്ചിട്ട് അവരുടെ പാർട്ട്ണറാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങൾ അവരുടെ കേട്ടോ. മനസ്സുകൊണ്ട് പൂർണ്ണമായും നിങ്ങളുടെ അടുത്ത് അവർ കമ്മിറ്റഡ് ആണ് എന്ന് തന്നെ കാണുന്നു. അവരുടെ ഭാര്യ ഭർത്താവ് സ്ഥാനത്ത് നിങ്ങളാണ്. അത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് എന്നും അവർ കരുതുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ അവരുടെ ഒരു മെൻറ്ററാണ്, ഗുരുസ്ഥാനീയായിട്ടുള്ള വ്യക്തിയാണ് എന്നും കാണുന്നു കേട്ടോ. എല്ലാ രീതിയിലും അവരെ നേർവഴിക്ക് നയിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അവർ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരുത്താറുണ്ട്. അതായത് ഒരു പാർട്ട്ണറുടെ സ്ഥാനവുമായിരിക്കാം, നിങ്ങൾ അവരുടെ ഭാര്യ ഭർത്താവ് അങ്ങനത്തെ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയുമായിരിക്കാം, അവരുടെ ഗുരുസ്ഥാനീയായിട്ടുള്ള വ്യക്തിയുമായിരിക്കാം കേട്ടോ. നേർവഴിക്ക് നയിക്കുന്ന വ്യക്തികൾ എന്ന അർത്ഥം. അതേപോലെ നിങ്ങൾ അവർക്ക് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളെ കാണുമ്പോൾ അവരെത്ര സ്ട്രെസ്സായിട്ട് എത്ര വയ്യാതെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, നിങ്ങൾ അവരുടെ സ്പൗസാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്. നിങ്ങളെ കാണാൻ അവർ വരുന്നു, നിങ്ങളോടൊരു 10 മിനിറ്റ് സംസാരിച്ചു മനസ്സിലെ ഭാരം അങ്ങ് ഇറങ്ങിപ്പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ അവരുടെ ഹാപ്പി പേഴ്സൺ ആണ്. ഓക്കെ, അവരുടെ ജീവിതത്തിലുള്ള ഹാപ്പിനെസ്, സൂര്യൻ എന്നൊക്കെ പറയാം, വെളിച്ചം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ അവർക്ക്. ഓക്കെ, അതേപോലെ അവരെന്ത് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്നാലും നിങ്ങളുടെ അടുത്ത് എത്തിയാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നവർ കരുതുന്നുണ്ട് കേട്ടോ. അതായത് പ്രോബ്ലം സോൾവർ കൂടിയാണ് നിങ്ങൾ അവരുടെ. ഓക്കെ, എല്ലാ സൊല്യൂഷൻസിനും വർക്ക് റിലേറ്റഡ് ആവട്ടെ, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഓഫീസിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഓടി നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരിക. സംശയങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ഓടിയെത്തുക. അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. അല്ല, പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂ ആണ്, എന്ത് പ്രോബ്ലം ആണെങ്കിലും അവരാദ്യം നിങ്ങളോടായിരിക്കും വന്ന് ഷെയർ ചെയ്യുക. നിങ്ങളതിന് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണെന്ന് അവർ കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ്, അവരുടെ പ്രോബ്ലം സോൾവറാണ്. ഓക്കെ, അതേപോലെ ഇമോഷണലി നിങ്ങൾ തമ്മിൽ കണ്ട സമയത്ത് ഇവർ കുറച്ച് ഇമോഷണലി ഡൗൺ ആയിരുന്ന സമയമായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങളവരെ മാറ്റിയെടുത്തത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ തന്നെ ലവ് പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ ഞാൻ അവിടെ വിശേഷിപ്പിക്കും. ഓക്കെ, അവരിപ്പോൾ ഇമോഷണലി സ്റ്റേബിളാണ്. കാരണം നിങ്ങളുടെ സ്നേഹം അവരെ താങ്ങി നിർത്തി. ഓക്കെ, ആ ഇമോഷണൽ ഡൗണിൽ നിന്നും നിങ്ങൾ അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ അവർക്ക് നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അവരുടെ സ്നേഹമാണ്, പാർട്ട്ണറാണ്, ലവറാണ്, അങ്ങനെ. ഓക്കെ, അടുത്തത് നിങ്ങൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം നിങ്ങളുടെ ഒന്നും മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ്. ഓക്കെ, നിങ്ങളെ ഇവർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുടെ പോസ്റ്റൊക്കെ ഇവർക്ക് കാണാൻ ഇഷ്ടമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിരിക്കാം. നിങ്ങളുടെ പാട്ട്, ഡാൻസ്, അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഓൺലൈൻ ഇടുന്നുണ്ടായിരിക്കും. ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആരാധകൻ ആണ് ഇവർ കേട്ടോ. നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ടോപ്പ് പെർഫോമറാണ്. നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഓക്കെ, അവർ നിങ്ങളുടെ ഒരു ഫോളോവറാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു സെലിബ്രിറ്റിയാണ് നിങ്ങൾ. അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ്. ഓക്കെ, പിന്നെ അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു പ്രോസ്പെക്റ്റീവ് പാർട്ട്ണറായിട്ടാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു പ്രപ്പോസൽ തരണമെന്ന് അവർ ആഗ്രഹിക്കേണ്ട. ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതുവരെയും. ഒന്നുകിൽ ഒരു വിവാഹാലോചന കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രോസ്പെക്റ്റീവ് പാർട്ട്ണറായിട്ടാണ്, ഭാവിയിലെ പാർട്ട്ണർ നിങ്ങളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മേലെ ഒരു ക്രഷ് ഉണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങളെ നോക്കാറുണ്ടായിരിക്കും, പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എവിടെ ചെന്നാൽ അവിടെ ഇവരുടെ പ്രസൻസ് കാണാറുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് പാർട്ട്ണറായിട്ട് ആണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, കേസ് ബൈ കേസ് എടുത്തോളാം കേട്ടോ, എല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതല്ല. അതേപോലെ ഹെർമിറ്റിന് 2 കാർഡ് നമുക്ക് ക്ലാരിഫൈ ചെയ്തു. പേജ് ഓഫ് വാൻസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഇവർ സ്വതേ ലോൺലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ലോണറാണ്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുന്ന, സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാനൊക്കെ, ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയില്ലേ, സ്വയം എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ്. വളരെ കുറച്ച് സംസാരിക്കുന്ന, സ്വന്തം ലോകത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന, ചില സങ്കടങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അങ്ങനത്തെ വ്യക്തിയാണ്. ഒരു ഇൻട്രോവേർട്ട് ആയി പോകുന്നത് മനസ്സിൽ ചില സങ്കടങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ്. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ചിന്തകളിൽ മുഴുകിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളാണെങ്കിലോ ചാറ്റർ ബോക്സും വായടയ്ക്കാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ, നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ നിങ്ങളൊരു തെറാപ്പി പോലെയാണ് അവർക്ക്, മനസ്സിലായില്ലേ? നിങ്ങളുടേത് ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ കണക്ഷൻ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തിയും ആയിരിക്കാം കേട്ടോ. പ്രാർത്ഥന, അമ്പലം, പള്ളി അങ്ങനെയൊക്കെ പോകുന്ന പ്രെയർ ഗ്രൂപ്പ്സിൽ മെമ്പറായിട്ടുള്ള, എന്താ പറയുക, ശ്ലോകങ്ങൾ പറയുക, ബൈബിൾ വായിക്കുക, അങ്ങനെ സ്വന്തം റിലിജനിൽ ഉള്ള ആ ഒരു സംഭവങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംസാരം അവരെ വളരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കാറുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അവർക്കൊരു തെറാപ്പി പോലെയാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നും അവർക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വലി അവർക്കൊരു സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണ് എന്നും അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ സംസാരം കേൾക്കാതിരുന്ന അവർക്ക് ഏതാണ്ടും പോലെയാണ്. ഓക്കെ, കാരണം നിങ്ങൾ വളരെ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തമാശകൾ പറയും, ചിരിപ്പിക്കും, അവരെ സംസാരിപ്പിക്കാൻ ശ്രമിക്കും. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, പ്രാർത്ഥനകൾ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും, മെഡിറ്റേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ.
അപ്പോൾ അങ്ങനെ അവർ ചിന്തിക്കുന്ന നിങ്ങളും അവരും വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് സംസാരിക്കണം, എന്നാലേ ഒരു മനസ്സമാധാനമുള്ളൂ എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ളൊരു ജോലി 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 24 മണിക്കൂറും ജോലി, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കാരണം അവർക്ക് വേറെ എല്ലാം അവർ മറന്നുപോയി, പൈസ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളൊരു രീതിയാണെങ്കിൽ, അവിടെ നിങ്ങളാണ് അവരെ കുറച്ച് അതിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന ലോകത്ത് മറ്റ് കാര്യങ്ങളുണ്ട്, അവർ ഒന്ന് കോഫി കുടിക്കാൻ പോവാം, അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര പോവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത്തിരി ടൈം ചിലവഴിക്കാം, ഒരു സിനിമയ്ക്ക് പോവാം. അങ്ങനെ മനുഷ്യന് ജീവിതത്തിൽ വേറെ കാര്യങ്ങളുണ്ട്. പൈസ സമ്പാദിക്കൽ മാത്രമല്ല, ജീവിതം എന്താണ് അത് ആസ്വദിക്കാനും കൂടി പഠിക്കൂ എന്നുള്ള പാഠം പഠിപ്പിച്ചു കൊടുത്ത ഒരു ആത്മാർത്ഥ സുഹൃത്തും കൂടിയാണ് നിങ്ങൾ കേട്ടോ. വളരെ ക്ലോസ് ഫ്രണ്ടാണ് അവർക്ക് നിങ്ങൾ. അതായത് അവരെ വഴക്ക് പറയാനും നേർവഴിക്ക് നയിക്കാനും എല്ലാം അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അവരുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്, ഏറ്റവും ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അതേപോലെ അടുത്തത് നിങ്ങളുടെ പേഴ്സൺ ദൂരദിക്കിലേക്ക് മാറി വന്നിരിക്കാം. നിങ്ങൾ ഓൾറെഡി അവിടെ ആണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ എബ്രോഡാണ്, നിങ്ങൾ എബ്രോഡാണെന്ന് വിചാരിക്കൂ. നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് വന്നു, ജോലി സംബന്ധമായിട്ടായിരിക്കാം, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ ലോങ് ഡിസ്റ്റൻസ് വന്ന അവിടെ നിങ്ങളാണ്. എബ്രോഡെന്ന് തന്നെയല്ല, അവരിയ്ക്കുന്ന സ്ഥലത്തുനിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് അവർ വരികയാണ്. ആ സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യമുണ്ട്. അവിടെ നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും സപ്പോർട്ടായിട്ട്, കാരണം അവർ ഇമോഷണലി ഒറ്റപ്പെട്ടു, പുതിയ സ്ഥലം, പുതിയ ആൾക്കാരെ ഒന്നും അറിയില്ല, പുതിയ ജോലി സ്ഥലം എല്ലാം കൂടി അവരാകെ ഒരു അപ്സെറ്റായിരിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവർക്ക് താങ്ങായിട്ട് നിന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട് കാണും, അവരെ ഹാപ്പിയാക്കി കാണും, കംഫർട്ടബിളാക്കി കാണും, വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കാണും, ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് കാണും കേട്ടോ. അവിടെയും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു റിലേഷൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. മനസ്സിലായില്ലേ? ആ വാക്കാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് എന്നവർ കരുതുന്നു കേട്ടോ. നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് അവർ എന്നും കാണുന്നുണ്ട്. ലാസ്റ്റായിട്ട് നിങ്ങൾ അവരുടെ കുടുംബം തന്നെയാണ് എന്നും കാണുന്നു കേട്ടോ. കുടുംബത്തിൻ്റെ അകത്തുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവാണ് എന്ന് കാണുന്നു. സ്പൗസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, അങ്ങനെ ആരും ആയിരിക്കാം. ഓക്കെ, കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു വ്യക്തിയാണ് എന്ന് കാണുന്നു. അവർ നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണ് എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, നിങ്ങളെ ഇമോഷണലി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ പോയാൽ അവർക്ക് വിഷമം ഉണ്ടാവും എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. വേറെന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. എന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള ആഴ്ച, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ ബാക്കി ആഴ്ച എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം പൈസ അയയ്ക്കുക. പേഴ്സണൽ റീഡിങ് എടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഒന്ന് ട്രാവൽ ചെയ്യുകയാണ് ഈ ഒരു 1 വീക്ക് കേട്ടോ. സൺഡേയിലേക്ക് ഞാൻ തിരിച്ചെത്തും. മൺഡേ മുതൽ ബാക്ക് ടു നോർമൽ. ഓക്കെ, അങ്ങനെയാണ്. 10-ാം തീയതി മുതൽ ബാക്ക് ടു നോർമൽ കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.